ദൈവമേ, നിന്റെ ശ്വേതപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമായ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കുമോർ, അക്കാലത്ത് ബലവാനായ ദൈവം തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിൽക്കൽ വെച്ച് സൈന്യത്തെ ഓടിക്കുന്നവർക്ക് വീര്യബലവുമായിരിക്കും. എന്നാൽ ഇരുവരും വീഞ്ഞു കുടിച്ച് ആടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ മദ്യത്തിൽ പിഴച്ച് അമിതാഹാരം കഴിക്കുന്നു. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിപ്പില്ല.
ആർക്ക് ഇവൻ പരിജ്ഞാനം ഉപദേശിക്കും? ആരെയാകുന്നു അവൻ പ്രസംഗം കേൾപ്പിക്കുവാൻ പോകുന്നത്? പാലുകുടി മാറാത്തവരെയോ? പാലുകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, നിയമത്തിന്മേൽ നിയമം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം. ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. അതേ വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു എന്റെ സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് ആശ്വാസം കൊടുപ്പിൻ. ഇതാകുന്നു വിശ്രമമെന്ന് അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പിന്നോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപ്പെടേണ്ടതിന് കർത്തൃവചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നതായിരിക്കും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട യൂറോപ്പ് ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ജോഷു റമ്പാച്ചൻ, വന്നരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട സജി എബ്രഹാം അച്ഛൻ, മറ്റ് വിവിധ ദേശങ്ങളിൽ നിന്ന്, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്ന ദൈവജനമേ, ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്നതായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്ന. കർത്താവിന്റെ പീഡാനുഭവ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും ഒരുക്കത്തോടുകൂടി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കടന്നു പോകുവാനായിട്ട് പ്രാർത്ഥനയോടും നോമ്പോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നമുക്ക് അടിസ്ഥാനമായി, നമ്മുടെ പാതകൾക്ക് വിളക്കായി, നമുക്ക് ദീപമായി തന്നെ നമുക്ക് മുമ്പോട്ടുണ്ടാകും. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ടാണ് ഏദനിൽ ആദമും ഹവ്വയും ആദ്യ മാതാപിതാക്കൾ ചെയ്തത്. അവരുടെ ജീവിതത്തിൽ വന്നതായ ഒരു തെറ്റ്, എങ്ങനെയാണ് ദൈവമായിരിക്കുന്നത് അപ്രകാരം ഞാനും ആകണം എന്നുള്ള ചിന്തയാണ്. അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു അസൂയയാണ്. മറ്റുള്ളവർ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ എനിക്കും ആകണം എന്നുള്ള ഒരു ചിന്ത, അസൂയ അവിടെ ഉണ്ടായി. നാം സൂത്താറയുടെ നമസ്കാരത്തിൽ നാം പ്രാർത്ഥിച്ചു, കർത്താവിനെ ക്രൂശി തറച്ചു കൊല്ലുവാനായിട്ട് പരീശന്മാരിലും സാധുക്യരിലും ഒക്കെ ഉണ്ടായിരുന്നത് ഒരൊറ്റ വികാരമാണ്, അസൂയ. അവൻ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അസൂയ മൂലം അവനെ കൊല്ലുവാനായിട്ട് അവർ ആലോചിച്ചു എന്ന നമ്മുടെ ഈ ആഴ്ചയിൽ മുഴുവൻ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചാൽ അറിയാം. അടിസ്ഥാനം കർത്താവിൽ ആരോപിക്കപ്പെട്ടതായ, മറ്റുള്ളവർക്ക് തോന്നിയതായ ഒരു വികാരം അസൂയയാണ്. മറ്റുള്ളവർ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു, പക്ഷേ ആ ജീവിത രീതിയിലേക്കോ ആ ഒരു അടിസ്ഥാനത്തിലേക്ക് വരുവാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളത്. ചിന്ത കൊണ്ട് മറ്റുള്ളവരെ പോലെ ആകുവാനായിട്ട് തിരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയാണ്, ദൈവത്തെ പോലെ ആകുവാൻ. അതാണ് മഹാനായിരിക്കുന്ന വിശുദ്ധനായിരിക്കുന്ന അത്താനാസ്യൂസ് പറഞ്ഞ്, മനുഷ്യൻ ദൈവത്തോട് തുല്യനാകുവാൻ ആഗ്രഹിച്ചു, പക്ഷേ അത് സാധിക്കാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായി വന്നു. തുല്യനാകുവാൻ ദൈവം ആഗ്രഹിച്ചു, പക്ഷേ യഥാർത്ഥമായി ജീവിത രീതി നമുക്ക് അതിനോട് പുലർത്തുവാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ഒറ്റ വാക്കിൽ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട സജി എബ്രഹാം അച്ഛനാണ്. അച്ഛൻ UK ഏകദേശം 1/4 നൂറ്റാണ്ടായിട്ട്, 10-25 വർഷമായിട്ട് UK ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛന്റെ നാട്ടിലെ സ്വദേശം റാന്നി സ്വദേശത്തു നിന്നാണ് അച്ഛൻ UK ശുശ്രൂഷ ചെയ്യുന്നത്. UK വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടകം തന്നെ അച്ഛൻ ഈ ആത്മീയമായിട്ട് ദൈവമക്കളെ വളർത്തുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരുവാനുമായിട്ട് അച്ഛന് സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അച്ഛനെ യൂറോപ്പ് ഭദ്രാസനത്തിന്റെ ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായിട്ട് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്ത് എന്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട സജി അച്ഛനെ യുവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം അച്ഛൻ, കേൾക്കാം.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ ജോഷുവ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് മണിമലി അച്ഛൻ, ബഹുമാനപ്പെട്ട എൽജോ അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, 2025 ഏപ്രിൽ മാസം 14-ാം തീയതി ഈ സന്ധ്യാസമയത്ത് യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ദൈവനാമത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായിത്തീരണം. അതുകൊണ്ടാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവനാമത്തിലാണ്. അപ്പോൾ വിവിധ ഭവനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആദ്യമേ തന്നെ 2025 കഷ്ടാനുഭ ആഴ്ച ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ആയുസ്സിന്, ആരോഗ്യത്തിന്, എല്ലാ നന്മകൾക്കുമായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ 1/2 മണിക്കൂറിൽ അധികമായി ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരുന്നു. എനിക്കേറെ അനുഗ്രഹമായി തോന്നി. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചപ്പോൾ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രമീകരിച്ചിരിക്കുന്നതായ ഈ പ്രാർത്ഥനകൾ, ഈ ഗീതങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അത് മുഖാന്തരമായി തീരണം. ആദ്യമേ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വിശുദ്ധിയോടുകൂടെ നമ്മൾ ആയിരിക്കേണ്ട സമയങ്ങളാണ് ഈ ഹാശ ആഴ്ചയുടെ ദിവസങ്ങൾ. നമുക്കറിയാം, സ്വാഗതം പറഞ്ഞ അച്ഛൻ ഓർമ്മപ്പെടുത്തി, കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പീഡയേറ്റത്? എനിക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ളതായ ആ ബോധ്യം, ആ ചിന്ത വരുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശുദ്ധിയോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് ലോകം മുഴുവനും സാത്താന്റെ പിടിയിലാണ്. കാരണം സാത്താന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ്. ഇതിൽ ആകൃഷ്ടരാകുമ്പോഴാണ് ദൈവവിചാരത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്. അത് സാത്താന്റെ വലിയ അടവാണ്. കുടുംബ തകർച്ചകൾക്ക് കാരണം, വ്യക്തികളുടെ പാപജീവിതത്തിന് കാരണം, മനുഷ്യന്റെ നിരാശയ്ക്ക് കാരണം, നമ്മുടെ വിശ്വാസത്തിന് ഒരു സ്ഥിരതയില്ലാത്തതിന്റെ കാരണം ഇന്ന് ലോകം ദുഷ്ടന്റെ പിടിയിലാണ്. എങ്ങനെ മനുഷ്യനെ വഞ്ചിക്കുക, പാപത്തിലേക്ക് വീഴിക്കുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക. കർത്താവിന്റെ കാലത്തും ഇതേ തന്ത്രം കർത്താവിനോട് സാത്താൻ പ്രയോഗിച്ചുവെങ്കിൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. നമുക്കറിയാം, കർത്താവ് എപ്പോൾ ശക്തി വേണമോ ആ സമയങ്ങളിലൊക്കെയും പിതാവാം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ദൈവവുമായിട്ടുള്ളതായ ബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ദൈവവുമായിട്ടുള്ളതായ ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, കാലം വളരെ പുരോഗമിച്ചു. സോഷ്യൽ മീഡിയ അതിൻ്റെ മാക്സിമം വിജയത്തിലെത്തിയിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വാട്സാപ്പിലൂടെ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട റമ്പാച്ചനുമായും ബഹുമാനപ്പെട്ട തോമസ് അച്ഛനുമായും ഈ മീറ്റിങ്ങിനെ കുറിച്ച്, ഈ പ്രാർത്ഥനയെ കുറിച്ച് വേഗം വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടു. അങ്ങനെ ലോകം പുരോഗമിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ളതായ ബന്ധം നിലനിർത്തുന്നതിന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും, പ്രാർത്ഥിക്കുന്ന സഭ നിലനിൽക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു നിലനിൽപ്പുണ്ടാകും. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തകർച്ച ഉണ്ടാകുന്നത്, സഭയ്ക്ക് തകർച്ച ഉണ്ടാകുന്നത്,
വ്യക്തികൾക്ക് തകർച്ചയുണ്ടാകുന്നത്. ഞാൻ ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. അതിന് ചില വ്യക്തികളുടെ പ്രാർത്ഥനാ ജീവിതം തിരുവചനത്തിൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ വിജയത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആശ്രമങ്ങൾ, ദയറാകളൊക്കെയായിരുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ആശ്രമ ആൾക്കാര് ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ വിജയമെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വൈദികരായ നമുക്കും മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, പ്രാർത്ഥിക്കുന്ന കുടുംബം അതൊരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു പരാജയത്തിന്റെ നിരാശയുടെ അവസ്ഥയിലേക്ക് പോകേണ്ടതായി വരികയില്ല. പ്രാർത്ഥിക്കുന്ന സഭ എന്നും നിലനിൽക്കും. ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, കർത്താവ് തനിക്ക് എപ്പോൾ ശക്തി വേണമോ ആ സമയങ്ങളിലൊക്കെയും പിതാവുമായിട്ടുള്ളതായ ബന്ധം നിലനിർത്തുന്നതിനു വേണ്ടി പല അവസരങ്ങളിൽ പ്രാർത്ഥിച്ചതായിട്ട് സുവിശേഷ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുള്ളതായ തെളിവാണ് കർത്താവ് പീഡയേൽക്കുന്നതിന് മുമ്പ്, തന്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് താൻ പിതാവിനോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:40 മുതലുള്ളതായ ആ ഭാഗങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിവിടെ വായിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 40 മുതലുള്ളതായ വേദഭാഗങ്ങൾ. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് താൻ പീഡയേൽക്കുന്നതിന് മുമ്പ്, തന്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന, താൻ ഏൽക്കാൻ പോകുന്ന പീഡയുടെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് തീഷ്ണതയോടെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന് നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു രോഗാവസ്ഥയിൽ കൂടെ, വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ, അല്ലെങ്കിൽ മനുഷ്യന് നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം അത് ഹൃദയം നൊന്തുള്ളതായ പ്രാർത്ഥനയാണ്. എന്നാൽ നമുക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു സാധാരണ പ്രാർത്ഥനയാണ്. അതാണ് ഓരോ പ്രാർത്ഥനകൾ തമ്മിലുള്ളതായ വ്യത്യാസം. പ്രതിസന്ധികളിൽ കൂടെ, തകർച്ചകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഹൃദയം നൊന്തുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് യേശു തമ്പുരാൻ ഈ വചനഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നു. നമ്മുടെ കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും അതിന്റെ അവസാന ഭാഗത്ത് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ, രോഗാവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി നിരാശ വരാറുണ്ട്. പലപ്പോഴും വേണ്ട വിശ്വാസ സ്ഥിരത നമുക്ക് വരാതെ ഇല്ല. വിശുദ്ധ കുർബാനയില് അവസാന ഭാഗത്ത് ഹൂത്തോമോയ്ക്ക് മുമ്പുള്ളതായ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, നിന്നിലുള്ളതായ വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വന്നാലും എൻ്റെ ദൈവം ജീവിക്കുന്നു, ഈ ദൈവമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയില്ല എന്നുള്ളതായ ഒരു വലിയ ബോധ്യം. ഇന്നലെ നമ്മൾ ഓശാന പെരുന്നാൾ കൊണ്ടാടി. ആ ഓശാന പെരുന്നാളിൽ വായിച്ചതായ സുവിശേഷ ഭാഗത്തിൽ ഇതിന് പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, യേശുദമ്പുരാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്തതായ കഴുതയുടെ പുറത്തു കയറി യെരുശലേം ദേവാലയത്തിലേക്ക് പോയതായ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, കഴുത എന്ന മൃഗത്തിന്റെ പ്രത്യേകത, അത് ലോകം അതിനെ ബുദ്ധിയില്ലാത്തതായ മൃഗമെന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ
കർത്താവ് തനിക്ക് വാഹനമായിട്ട് കരുതത് ആ കഴുതയാണ്. എന്നാൽ ആ കഴുതയുടെ പുറത്ത് യേശു കയറിയപ്പോൾ യേശുവിന് ലഭിച്ചതായ സ്വീകരണം തന്നെ കഴുതയ്ക്കും ലഭിച്ചു. കാരണം കഴുതയുടെ പുറത്ത് യേശു ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അറിവില്ലാത്തവരായിരിക്കാം, വലിയ വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം, ബലഹീനതകളുള്ളവരായിരിക്കാം. എന്നാൽ തമ്പുരാൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ശക്തന്മാരാണ്, നമ്മൾ ധീരന്മാരാണ്. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 16-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞാൻ എപ്പോഴും യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഈ ഒരു ആഴമായ വിശ്വാസം നമുക്കുണ്ടാകണം. മോശ, നമുക്കറിയാം, ജനത്തെ നയിക്കുമ്പോൾ മോശ ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ ദൈവം മോശയോടുകൂടെ ഇരുന്നപ്പോഴാണ് മോശയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് മോശ യോശുവയോട് പറഞ്ഞത്, എൻ്റെ കൂടെ ഇരുന്ന ദൈവം നിന്റെ കൂടെയുമുണ്ട്. അപ്പോൾ കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ കഴുതയ്ക്കും വലിയ സ്വീകരണം ലഭിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വഹിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ ശക്തന്മാരാണ്. പലപ്പോഴും ബഹുമാനപ്പെട്ട കണിയാമ്പറമ്പിൽ കുര്യൻ കോർപ്പിസ്കോപ്പ അച്ഛന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അച്ഛന്റെ പല പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. കർത്താവെ, നിന്നെ വഹിക്കുന്ന, നിന്നെ ചുമക്കുന്ന ഒരു കഴുതയായി എന്നെ തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകണം. എത്ര അശക്തരാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തന്മാരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതായ ബോധ്യം വരുമ്പോഴാണ് സകല പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയുള്ള ആഴമായ വിശ്വാസം, എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ലോകത്തിൽ എന്തെല്ലാം നടന്നാലും, എന്തെല്ലാം സംഭവവികാസങ്ങൾ എവിടെയൊക്കെ നടന്നാലും ദൈവം ജീവിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ ഒന്നുകൊണ്ടും മറച്ചു വെക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഈ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവമാണെങ്കിൽ എന്നെയും ഈ ദൈവം വഴി നടത്തും. ഞാനായിരിക്കുന്ന ദേശത്ത്, ഞാനായിരിക്കുന്ന സഭയിൽ, ഞാനായിരിക്കുന്ന ഇടവകയിൽ ഈ ദൈവം എന്നെ മാനിക്കും. ഈ ദൈവം എൻ്റെ തലമുറയെ മാനിക്കും. ഈ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കും എന്നുള്ളതായ വിശ്വാസം. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ഈ ആഴമായ വിശ്വാസം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒന്നാമത്തെ ചിന്താവിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയത് കർത്താവിന്റെ അതിശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾക്കറിയാമല്ലോ, പഴയ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാര് ഏറെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ലോകം വികസിച്ചു, ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, എല്ലാ ജീവിത സൗകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നത് പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രാർത്ഥന എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇതില് ധാരാളം ആൾക്കാർ പങ്കെടുക്കുന്നു. ഇത്രയും സമയം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഫാമിലി പങ്കെടുക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധീരതയോടെ നിന്നത്, കരഞ്ഞു പ്രാർത്ഥിച്ചതായ ഒരു വ്യക്തിയെ 2 രാജാക്കന്മാർ അതിന്റെ 20-ാം അധ്യായം 1 മുതൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇവിടെ ഞാൻ വായിക്കുകയാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ളതായ കാര്യമാണ്. നമുക്കറിയാം, ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഹൃദയം നൊന്തുള്ളതായ പ്രാർത്ഥന ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. അതുകൊണ്ടാണ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ 2 രാജാക്കന്മാർ അതിന്റെ 20-ാം അധ്യായം 1 മുതൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം സൂര്യന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹിസ്കിയാവിനോട് വന്ന് പറയുന്നു,
നിന്റെ ഗ്രഹകാര്യം നീ ക്രമീകരിച്ചു കൊള്ളുക, നീ മരിച്ചു പോകും. അപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. അവൻ തന്റെ മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞുള്ളതായ പ്രാർത്ഥന, കണ്ണുനീരിന് മറികടക്കാത്തവനായ ദൈവം. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഓരോ ചിന്തകളും ഹൃദയവിചാരങ്ങളും അറിയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കണ്ണുനീരിനെ ദൈവം മറികടക്കത്തില്ലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പറയുന്നതിന്റെ കാരണം അതാണ്. പലപ്പോഴും ഹൃദയം നിന്നുള്ള പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഓരോ കണ്ണുനീരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഇന്ന് ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? ഹൃദയം നിന്നുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല എന്നുള്ളതായ ചിന്ത. അപ്പോൾ ഹിസ്കിയാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ഏതാനും മിനിറ്റിനുള്ളിൽ യഹോവയുടെ മറുപടി ലഭിക്കുകയാണ്. ആ വന്നു പറഞ്ഞ വ്യക്തികൾ തിരിച്ചു പോകുന്നതിന് മുമ്പേ ഹിസ്കിയാവിനോട് പറയുന്നതായ വേദഭാഗമാണ്. ഞാൻ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്റെ ആയുസ് 15 സംവത്സരം കൂടെ കൂട്ടും. ഹിസ്കിയാവിനോട് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഹിസ്കിയാവ് വേദനയോടെ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിന്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിക്കൊടുത്ത ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ വഴി നടത്തിയ ദൈവം, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരെ വഴി നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതായ സത്യം, ആ സത്യം എപ്പോഴും ഓർക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിൽ ബലപ്പെട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഒന്നാമതായി ചിന്തിച്ചത്, കഷ്ടാനുഭവത്തിനു മുമ്പ് കർത്താവ് അതിശ്രദ്ധയോടെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് 2 രാജാക്കന്മാർ 20:1 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ ഹിസ്കിയാവ് തന്റെ ആയുസ് കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേൾക്കുകയും 15 സംവത്സരക്കാലം ആയുസ്സോടെ ഇരിക്കുന്നതിന് ദൈവം ഹിസ്കിയാവിന് ഭാഗ്യം കൊടുക്കുകയും ചെയ്തു. മൂന്നാമത്തെ വേദഭാഗം എന്ന് പറയുന്നത് 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ളതായ വേദഭാഗമാണ്. 1 ശമൂവേൽ 1:10. നമുക്കറിയാം, അവിടെ ഹന്ന ദൈവത്തോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. ഹന്നായുടെ ആവശ്യം നമുക്കറിയാം. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കുകയാണ്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളിലെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന് ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. നമുക്കറിയാം, വേദന എന്ന് പറയുമ്പോൾ, ഹന്നായുടെ വേദന എന്ന് പറയുന്നത് തനിക്ക് മക്കളില്ലായിരുന്നു. ലോകം അല്ലെങ്കിൽ മനുഷ്യർ അവളെ പരിഹസിക്കുന്നു. അത് വലിയൊരു ദുഃഖമായി ഉൾക്കൊണ്ടുകൊണ്ട് ഹന്ന ദൈവ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ഏലിക്ക് ഒരു സംശയം വന്നു. ഹന്ന തന്റെ പ്രാർത്ഥന പുറത്തു വരാതെ മൗനമായി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഏലിക്ക് ഒരു സംശയം വന്നു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവരുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ഞാൻ ചെയ്തത്. ഞാൻ യഹോവയുടെ മുൻപിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പ്രിയമുള്ളവരെ, ഹന്ന ദുഃഖത്തോടെ കരഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവളെ അനുഗ്രഹിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഹൃദയം നൊന്തുള്ളതായ പ്രാർത്ഥന അതൊരിക്കലും നിരസിക്കപ്പെടുകയില്ല. പ്രാർത്ഥനയെക്കുറിച്ചും
പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുമാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പലർക്കും നിരാശ വരുന്നു. പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, ദൈവവുമായിട്ടുള്ളതായ ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ, ദൈവവുമായിട്ടുള്ളതായ ബന്ധം നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പിതാക്കന്മാർ സഭയിൽ 7 യാമപ്രാർത്ഥനകൾ ക്രമീകരിച്ചുവെങ്കിൽ നമ്മുടെ അപ്പോസ്തോലന്മാരൊക്കെ അപ്പോസ്തോല പ്രവർത്തനം നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് പല യാമങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അത് ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ സഭയിൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ഇടവകയിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇടവക, സഭ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾ മൂന്നാമതായി ചിന്തിച്ചത് ഹന്നായുടെ പ്രാർത്ഥനയെ കുറിച്ചാണ്. ഹന്ന തന്റെ ആവശ്യം ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ ഹന്നായുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. വീണ്ടും നാലാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, ആസ തന്റെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11 മുതൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11 മുതൽ ആ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടത് വിശദീകരിക്കുന്നില്ല. 11-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ഞാൻ ആ വേദഭാഗം പറയാം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11 മുതൽ. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവയെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നീരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ആസ തന്റെ ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചപേക്ഷിച്ചു എന്നാണ് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ആസായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്താവശ്യത്തോടെയാണ് ആസ പ്രാർത്ഥിച്ചത്? ആ ആവശ്യം ദൈവം കേട്ടു. ആസ തന്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, സമയ ചുരുക്കം കൊണ്ട് ഓരോ വ്യക്തികളുടെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായ സമയമില്ല. നിങ്ങൾ അത് എഴുതി സമയം കിട്ടുമ്പോൾ ഈ ബൈബിൾ ഭാഗം എടുത്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാനും കൂടുതലായി ഇടയായിത്തീരും. അപ്പോൾ നാലാമത് നമ്മൾ ചിന്തിച്ചത്, ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. വീണ്ടും അഞ്ചാമതായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 46 മുതൽ ഉള്ളതായ വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതലുള്ളതായ വേദഭാഗം സുവിശേഷ ഭാഗം ആയതുകൊണ്ട് നമ്മൾ ഈ വലിയ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ ഓരോ ഞായറാഴ്ചകളിൽ യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തികളാണ് ഓരോ ഞായറാഴ്ചകളിൽ സുവിശേഷ ഭാഗമായി നമ്മൾ വായിച്ചത്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 46 മുതലുള്ളതായ തിരുവചനങ്ങൾ. അവൻ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തോമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറാനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അവൻ കുരുടനായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും കാഴ്ച പ്രാപിക്കണം. ഈ യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന് കാഴ്ച കിട്ടുമെന്നുള്ളതായ വിശ്വാസം. അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, നസറാന യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ പറഞ്ഞു എന്നുള്ളതല്ല, അവൻ അപേക്ഷിച്ചു എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. പലരും അവനെ ശാസിച്ചു, മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. ആവശ്യക്കാരന് ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ ആവശ്യം എന്ന് പറയുന്നത്
കുരുടനായ ആ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് അവന് കാഴ്ച കിട്ടണം. അപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നാൽ കാഴ്ച കിട്ടുമെന്നുള്ളതായ വിശ്വാസം. അങ്ങനെ അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ, അവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞു മിണ്ടാതിരിപ്പാൻ കൽപ്പിച്ചു. അവൻ വീണ്ടും ശക്തമായി യേശുവിനോട് പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എണ്ണേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബി, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് അവിടെ കൂടിയിരുന്ന മനുഷ്യരെ മിണ്ടാതിരിപ്പാൻ കൽപ്പിച്ചു. ആ സമയത്ത് അവൻ മിണ്ടാതെ ഇരുന്നെങ്കിൽ അവന് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയത്തില്ലായിരുന്നു. എന്നാൽ അവൻ ആവശ്യബോധത്തോടുകൂടെ എനിക്ക് കാഴ്ച വേണം, ഈ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ഈ യേശുവിനോട് യാചിച്ചാൽ എനിക്ക് എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആരെല്ലാം ഈ ലോകത്തിൽ എന്തെല്ലാം നടന്നാലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുത്. എന്റെ പ്രശ്നം മാറ്റാൻ, എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, എന്നെ മാനിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവം ജീവിക്കുന്നവനാണ്. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മളെ കൂട്ടിച്ചേർക്കുവാനും അവൻ രണ്ടാമതായിട്ട് വരും. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന്റെ അവസാന ആ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മരിച്ചുപോയവരുടെ ഉയർപ്പിന്, വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടിയാണ് നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസ പ്രമാണമൊക്കെ എടുത്ത് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും വലിയ ശക്തിയാണ്, വലിയ വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ 5-ാമതായിട്ട് ചിന്തിച്ചത്, കുരുടൻ അവന്റെ ആവശ്യം ദൈവസന്നിധിയിൽ ബോധിപ്പിച്ചപ്പോൾ ദൈവം അവനെ മാനിച്ച് അവനെ സൗഖ്യം നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11 മുതൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11 മുതലുള്ളതായ വേദഭാഗങ്ങൾ നമുക്കറിയാം. ആ പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം ഞാനൊന്ന് എടുത്ത് വായിക്കാം. നമുക്കൊക്കെയും സുപരിചിതമായ വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11 മുതലുള്ളതായ വേദഭാഗങ്ങൾ. അവിടെ മോശ തന്റെ കരം ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഭാഗങ്ങളാണ്. തന്റെ കരം ദൈവസ്ഥാനത്ത് ഉയർത്തി. മോശ തന്റെ കരം ഉയർത്തിയപ്പോഴൊക്കെയും ഇസ്രായേൽ ജനം ജയിച്ചു. പ്രിയമുള്ളവരെ, കരം സ്വർഗത്തിലേക്ക് ഉയർത്തുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലൊക്കെയും പ്രധാന ഭാഗങ്ങൾ വരുമ്പോൾ കരം ഉയർത്തി പട്ടക്കാർ പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്ന വിശ്വസിക്കുകയാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോഴും കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പ്രധാന പുരോഹിതന് പ്രാർത്ഥിക്കുന്നത്, പ്രധാന ഭാഗങ്ങൾ വരുമ്പോൾ കരമുയർത്തി പ്രാർത്ഥിക്കും. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ മോശ കരമുയർത്തി. മോശയുടെ കരം ഉയർന്നപ്പോൾ മുഴുവൻ ആ സമയങ്ങളിലൊക്കെയും ഇസ്രായേൽ ജനം ജയിച്ചു. മോശയുടെ കരം താഴ്ന്നപ്പോൾ നമുക്കറിയാം അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ദൈവസന്നിധിയിൽ കരം ഉയർന്നിരിക്കുക. അപ്പോൾ ആവശ്യം വരുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവവുമായിട്ടുള്ളതായ ബന്ധം. അതുകൊണ്ടാണല്ലോ പിതാക്കന്മാര് സഭയില് യാമപ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മുടങ്ങാതെ ചൊല്ലണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണല്ലോ സഭയില് ഉപവാസങ്ങളും നോമ്പുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്ന ഭവനം നിലനിൽക്കുമെന്നൊക്കെ ആമുഖമായി പറഞ്ഞതിന്റെ കാരണം അതുതന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥന ചൊല്ലും, വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നുള്ള ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന അപ്പം അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് നോമ്പും പ്രാർത്ഥനയും. ഈ നോമ്പും പ്രാർത്ഥനയും
മനുഷ്യൻ അത്യന്താപേക്ഷിതമാണ്. ഈ നോമ്പും പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ദൈവത്തോട് ചേർന്ന് നിൽപ്പാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 50 നോമ്പിന്റെ പ്രാർത്ഥനകളിലൊക്കെ, ഉച്ചക്കത്തെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്, നോമ്പ് നോക്കുന്നവൻ സദാസമയവും സ്വർഗത്തിലാകുന്നു, അവനെ പരിപാലിക്കുന്നവൻ കർത്താവാകിയാൽ ദുഷ്ടൻ അവനെ തൊടുന്നതിന് സാധിക്കുകയില്ല. അപ്പൊ നോമ്പ് നോക്കുന്നവൻ സദാസമയവും സ്വർഗത്തിലാകുന്നു, അവനെ പരിപാലിക്കുന്നത് കർത്താവാകിയാൽ ദുഷ്ടൻ അവനെ തൊടുവാൻ സാധിക്കുകയില്ല. അതാ നോമ്പിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് നോമ്പ് നോക്കുന്നതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞത്. നോമ്പാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായ യൂറോപ്പ് മേഖലയുടെ, പരിശുദ്ധ സഭയുടെ യൂറോപ്പ് മേഖലയുടെ കഷ്ടാനുഭവത്തോടനുബന്ധിച്ച് നടത്തുന്നതായ ഈ കൺവെൻഷൻ, പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്ന് 2ാമത്തെ ദിവസം ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പ്രാർത്ഥനാ ജീവിതം നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുള്ളതാണ്? ഒരു ദിവസം എത്ര സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര സമയം ഞാൻ ദൈവത്തിന് വേണ്ടി നൽകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറവാണെങ്കിൽ, പ്രാർത്ഥന നമ്മുടെ ഭവനത്തിൽ കുറവാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കൂടുതൽ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായി തീരണം. ഞാൻ ഓർമ്മപ്പെടുത്തി, നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവൻ മരിച്ചവനല്ല, മരിച്ചിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ളതായ സത്യം. ആ സത്യം എപ്പോഴും ഓർക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തിയോടെ, വിശ്വാസ തീഷ്ണതയോടെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരും. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ അല്പം താമസിച്ചു എന്ന് വരാം. എങ്കിലും ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവം ജീവിക്കുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടുള്ളതായ ചിന്താഗതി മാത്രമേ നമുക്ക് ഉണ്ടാകാവൂ. നെഗറ്റീവ് ചിന്തകൾ സാത്താൻ തരുന്ന ചിന്തകളാണ്. പലപ്പോഴും ഇന്ന് പലർക്കും, പല വിശ്വാസികൾക്കും നെഗറ്റീവ് ചിന്തകളാണ്. എനിക്കിനി ഉയർച്ചയുണ്ടാകുമോ? എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ? എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? എനിക്കൊരു സമാധാനം ഉണ്ടാകുമോ? എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാകുമോ? നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും നമുക്കുണ്ടാകരുത്. ഒരു വിശ്വാസിക്ക്, ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു സുറിയാനി സഭ അംഗമായിരിക്കുന്ന നമുക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തയുണ്ടാകണം. എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം എന്നെ മാനിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതായ ചിന്ത, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ മാനിക്കും. ഈ പോസിറ്റീവ് ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നെഗറ്റീവ് ചിന്തകൾ തരുന്നത് സാത്താനാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ചിന്ത, ഞാൻ പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞത് ദൈവം ജീവിക്കുന്നു എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഞാൻ 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അത് ഭവനത്തിലായിരിക്കുമ്പോൾ, യാത്രയിലായിരിക്കുമ്പോൾ, ജോലിയിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെ, എൻ്റെ വലതുഭാഗത്ത് എൻ്റെ ദൈവമുണ്ടെന്നുള്ള ചിന്ത നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ആ പോയിന്റുകൾ, ഇന്ന് കേട്ടതായ ആ പോയിന്റുകൾ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് കഷ്ടമേൽക്കുന്നതിന് മുമ്പ് പിതാവാം ദൈവത്തോട് അതിവേദനയോടെ, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കർത്താവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ജാഗ്രതയോടെ, അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായി തീരണം. 2ാമത് നമ്മൾ ചിന്തിച്ചത്, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു, ദൈവമേ എൻ്റെ ആയുസ് കൂട്ടിത്തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ 15 സംവത്സരകാലം അവന്റെ ആയുസ് ദൈവം നീട്ടിക്കൊടുത്തു. 3-ാമത് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? അവക്ക് ഒരു മകനെ ലഭിക്കാൻ വേണ്ടി. അവളെ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഹന്നായുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. 4-ാമത് നമ്മൾ ചിന്തിച്ചത്, ആസ തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആസായുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. 5-ാമത്, കുരുടൻ തനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് ഉള്ളതായ വിശ്വാസത്തോടെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആ കുരുടൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ കുരുടന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. വീണ്ടും അവസാന ഭാഗത്ത്
മോശ കരമുയർത്തി തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ മോശയുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. ആ സത്യം, ആ വിശ്വാസം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറെ പ്രാർത്ഥനയോടുകൂടെ, ഏറെ വിശ്വാസത്തോടുകൂടെ പെസഹായുടെയും ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിന്റെയും ഒക്കെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയായി തീരട്ടെ. ഏതാണ്ട് 70-ഓളം കുടുംബങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ബലഹീനനായ എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പമായിരിക്കാൻ ഏതാനും മിനിറ്റുകൾ ദൈവം അനുവദിച്ചെങ്കിൽ എന്നിലൂടെ ലഭിച്ചതായ ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഈ കേട്ട ദൈവവചനം 100, 60, 30 മേനി നിങ്ങളുടെ ഫലത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ദൈവവിശ്വാസം ഒരിക്കലും കുറയരുത്. അതുകൊണ്ടാണ് പിതാക്കന്മാര് പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവെ, നിന്നുള്ളതായ വിശ്വാസം എന്നിൽ സ്ഥാപിക്കണമേ, നിന്നുള്ളതായ വിശ്വാസം എന്നിൽ സ്ഥാപിക്കണമേ. അതുകൊണ്ട് ആമുഖമായി ഓർപ്പെടുത്തത്, ഒരിക്കലും ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനാ വീരന്മാരായി നമ്മുടെ പിതാക്കന്മാര്, എത്രയോ പിതാക്കന്മാര് പ്രാർത്ഥനാ വീരന്മാരായിരുന്നു. അങ്ങനെ പ്രാർത്ഥനാ വീരന്മാരായി പോസിറ്റീവ് ചിന്തകളോടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ച് എന്റെ ദൈവം ജീവിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതായ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ നാളുകളായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ആഴ്ചയുടെ ഈ ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ പീഡാനുഭവത്തെ യഥാർത്ഥമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുവാൻ കർത്താവെ, ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരണം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ പാർക്കുന്ന ഭവനത്തെ, അടിയങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ, ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ അവിടുത്തെ തിരുരക്തത്തിന്റെ മറവിൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട തിരുവചനം പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവെ ശക്തമായി മുന്നോട്ട് പോകാൻ അങ്ങ് ജീവിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങേക്ക് കഴിയാത്തതൊന്നുമില്ല എന്നുള്ളതായ ആ വലിയ ചിന്തയോടുകൂടെ ഈ അടിയങ്ങളുടെ എളിയ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാ മക്കളെയും സ്വർഗം തുറന്ന് അവിടുത്തെ വലത്ത് തൃക്കരം നീട്ടി നീ അനുഗ്രഹിക്കണമേ. ബഹുമാനം അവിടെ വൈദികരെ, ബഹുമാനം വന്യ റെമ്പാച്ചനെ, അവിടെ എല്ലാ ശുശ്രൂഷകളെ നീ മാനിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ, ബലഹീനതകളെ ഓർക്കരുതേ. 2026 ആഴ്ചയിൽ സംബന്ധിക്കുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ആയത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അല്പസമയം നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ബലഹീനനായ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു, താങ്ങി നിർത്തി എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ അനുഗ്രഹീതമായി ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട വന്യ റെമ്പാച്ചനോടും ബഹുമാനപ്പെട്ട തോമസ് മണിമലി അച്ഛനോടുള്ളതായ നന്ദി, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയ നന്മകൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ആ വലിയൊരു അന്തരീക്ഷത്തിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് തന്നെ ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്കിപ്പോൾ ഫ്രാങ്ക്ഫർട്ട് ഇടവകയുടെ പ്രിയപ്പെട്ട മക്കൾ ചേർന്ന് പാടിയ ആ ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുന്ന കോണം ഇടയായി തീരാം. Abraham
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇത്രയും വന്നേരം പാശൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമ്മുടെ ഭദ്രാസനത്തിന്റെ അഭിമുഖ്യത്തിൽ നടത്തുന്ന ഭാഷയുടെ കൺവെൻഷൻ 2ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിവർത്തിക്കപ്പെടുവാനായി ദൈവം നമുക്ക് കൃപ നൽകി. ഈ ദിവസം നമ്മൾ കേട്ട തിരുവചന ഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം കുറേയും കൂടെ കർത്താവിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതം കുറേ കൂടെ പ്രാർത്ഥനാപൂർവമാകുവാൻ, കൂടാതെ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക വഴി എന്റെയും നിങ്ങളുടെയും ഹൃദയവും നോമ്പ് നോക്കുക വഴി പിശാചിന് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്ത വലിയ കോട്ടയുമായി നമ്മുടെ ജീവിതം മാറുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ഓർപ്പെടുത്തുകയാണ്. അതോടൊപ്പം തിരുവചനത്തിലൂടെ കേട്ടതുപോലെ ആസായുടെ പ്രാർത്ഥന തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയമാണ്. നമ്മുടെ ജീവിതത്തിലും തിന്മപ്പെട്ട സാത്താനെതിരെ വിജയിക്കുവാൻ തക്കവണ്ണവും, അതുപോലെ തന്നെ എസക്കിയ പ്രാർത്ഥിച്ച ജീവൻ നീട്ടിക്കിട്ടുവാനുള്ള പ്രാർത്ഥന പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലൗകികമായിരിക്കുന്ന ലോകത്തിലെ ജീവനല്ല, നമ്മുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനയായി നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനകൾ വളരുവാൻ നമ്മുടെ ഈ ദിവസത്തെ ചിന്തകളൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥന പുരസ്സരമായിരിക്കും ഒരു ജീവിതം നയിക്കുവാനും ഇത്ര എളുപ്പമുള്ളൊരു കാര്യമില്ലെന്നൊക്കെ നമ്മൾ ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മളെ കൊണ്ട് അസാധ്യമായതൊന്നും ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട്. നിങ്ങൾക്ക് വഹിക്കുവാൻ പാടില്ലാത്ത ഭാരമുള്ള ഒരു ചുമടല്ല, ലഘുവായിട്ടുള്ള സ്നേഹത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമ്പോഴൊക്കെ ഏറ്റവും ആത്മാർത്ഥമായി നിവർത്തിക്കുവാൻ പറ്റുന്ന ലഘു കാര്യങ്ങൾ മാത്രമേ കർത്താവ് നമുക്കായി ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചിട്ടുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ഒരു പവർ ഹൗസ് ആണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയാൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിത്യജീവനുള്ളൂ എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇന്നത്തെ ചിന്തകൾ നമുക്ക് മുഖാന്തരമായിട്ട് തീരും. പ്രത്യേകിച്ച് ആശായുടെ ആഴ്ചകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ അറിയാം, സാധാരണ പ്രാർത്ഥനകളെക്കാളൊക്കെ കൂടുതൽ പ്രാർത്ഥന ചൊല്ലാനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ, ഈ 6 ദിവസം നമുക്ക് തരുന്ന ഒരു വലിയ ആത്മീയ ധനം എന്ന് പറയുന്നത് ഇനിയുള്ള അനേകം നാളുകളിലേക്ക് ക്രിസ്തുവിനെ, ദൈവസ്നേഹത്തെ നമ്മുടെ കൺമുൻപിലും നമ്മുടെ ജീവിതത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട സജീവജന് ഈ ഭദ്രാസനത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ്. ജനശുശ്രൂഷകളെല്ലാം അനേകം ആളുകൾക്കും ദൈവജനത്തിനും ദൈവ ഇഷ്ടത്തിനും അനുസരിച്ച് നിവൃത്തിക്ക് വിടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ഛന്റെ ശുശ്രൂഷ മേഖലകളിലും അച്ഛന്റെ കുടുംബത്തിലും എല്ലാ നന്മകളും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛനോട് ഒരിക്കൽ കൂടെ അഭിനന്ദ തിരുമനസ്സിന് വേണ്ടിയും ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാ വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും ഈ സമയത്ത് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ഒരുപക്ഷെ വരുന്ന ആളുകളിൽ അച്ഛനോട് ചേർന്നിരുന്ന് അച്ഛനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനകൾ ലീഡ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന ഇത്രയും പ്രിയപ്പെട്ട തോമസ് അച്ഛനോടും നമ്മുടെ ഭദ്രാസനത്തിന്റെ ആദ്യകാല വൈദികരിൽ ഒരാളാണ്. അച്ഛനും എന്ത് കാര്യം അച്ഛനെ ഒരു കാര്യം ഒരു റിക്വസ്റ്റ് ആയിട്ട് അച്ഛനോട് പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹകരമായിട്ട്, പ്രത്യേകിച്ച് അച്ഛന്റെ കുടുംബത്തോടൊപ്പം അനുഗ്രഹകരമായ അച്ഛൻ പ്രാർത്ഥന ലീഡ് ചെയ്തതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൽജോ അച്ഛനും അതോടൊപ്പം രഞ്ജു അച്ഛനും നമ്മുടെ മറ്റു വൈദിക ശ്രേഷ്ഠ ജോയിൻ ചെയ്യാൻ സാധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരും അച്ഛനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥന നേതൃത്വം നൽകിയതോടൊപ്പം എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി ഓർഗനൈസ് ചെയ്യുന്ന പ്രിയപ്പെട്ട റംബാശനെയും ദൈവഭാഗ നന്ദിയോടുകൂടെ ഓർക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോട് റംബാശനോട് നന്ദി ഒരിക്കൽ കൂടെ ഭദ്രാസനത്തിന്റെ കൗൺസിലിന് വേണ്ടി അറിയിക്കുകയാണ്. അതോടൊപ്പം ദൈവമക്കളോട് നിങ്ങൾ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ വെച്ച് അല്പസമയം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, തിരുവചനം കേൾക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ നിങ്ങൾ എടുക്കുന്ന ഈ വലിയ സന്തോഷത്തിന്, നിങ്ങൾ ദൈവഭാഗം സമർപ്പിക്കുന്ന ഈ സമയത്തിന് ദൈവം നിങ്ങൾക്ക് 30, 40, 100 മേനിയായി നന്മകളും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇനി നാളെ ഒരു ദിവസവും നമ്മുടെ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ നമ്മൾ തന്നെ വന്നാൽ പോരാ, നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയും കൂടെ നാളെ കൺവെൻഷൻ ഉണ്ട് കേട്ടോ, നമ്മളിവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് തിരുവചനം കേൾക്കാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ ഒന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറ്റണം. അതൊരു വലിയ സുവിശേഷ വേലയാണ്. ആ സുവിശേഷ വേല നിവർത്തിക്കുവാനുള്ള ആത്മീക ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുക. നമ്മൾ കാരണം ഒരാളും കൂടെ സുവിശേഷം കേൾക്കാൻ ഇടയാകാൻ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാകുക. നമ്മൾ കേട്ട ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട വിഷയം
നമ്മളും കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനുള്ളതല്ല. നമ്മളും കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വിശുദ്ധനായി നിൽക്കാൻ ദൈവം നമുക്ക് ഇടയാക്കണം. നാളെയും നിങ്ങൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. പലർക്കും അറിയാം, പക്ഷെ നമുക്കറിയാലോ തിരക്കുകളുടെ ഇടയ്ക്ക് പലതും മറന്നു പോകുന്നതാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എടാ കൺവെൻഷൻ ഉണ്ട് കേട്ടോ, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഓർക്കും, അയ്യോ ശരിയാണല്ലോ 2 ദിവസം പോകാൻ പറ്റിയില്ല, എന്നാ നാളെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ അവരും കൂടെ വരും. നിങ്ങൾ അവരെ സ്നേഹത്തോടുകൂടി സ്നേഹബുദ്ധിയാൻ നിർബന്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, മാതാപിതാക്കളായിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ മക്കളെയും കൂടെ ചേർത്ത് നിർത്തണം. അവർക്ക് പഠിക്കാനുണ്ടോ ഒക്കെ ഉണ്ടാവും, പക്ഷെ അല്പസമയം പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കേണ്ട. നമുക്കറിയാലോ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണോ നടക്കേണ്ടത് ആ വഴി നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എപ്പോഴാ? അവർ ചെറുതായിരിക്കുമ്പോൾ, അവര് ഈ ബാലരായിരിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ വൃദ്ധരായാലും ഇത് വിട്ടുമാറുകയില്ല എന്നുള്ള ആ തിരുവചനം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ മക്കളെയും കൂടെ ചേർത്തിരുത്തണം. അപ്പോഴാണ് അവർക്ക് കർത്താവിനെ ചെറിയ പ്രായം മുതൽ മനസ്സിലാക്കുവാൻ, അവനോട് കൂടെയുള്ള ജീവിതം അവർക്ക് ഒരു ആശ്വാസമായി തീരാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ചെറുപ്പത്തിൽ ദൈവത്തെ കിട്ടിയിട്ടില്ല ആൾ കുറച്ചു കാലം എപ്പോഴെങ്കിലും ഒക്കെ ആ ദൈവബന്ധത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ ഒരു കാലം വരുമ്പോൾ അവർ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കും. ആ കർത്താവിലേക്ക് അവന്റെ കരങ്ങൾ പിടിക്കാൻ, കർത്താവിൽ ആശ്രയിച്ചൊന്ന് മുന്നോട്ട് പോകുവാൻ, പ്രയാസങ്ങൾ വരുമ്പോഴോ വേദനകൾ വരുമ്പോഴോ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴോ ദൈവമുൻപാകെ ആശ്രയം വെക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന ഈ വലിയ ധനത്തെ നമുക്കറിയാം, നമ്മുടെ ഇൻഹെറിറ്റൻസ് ഒക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്കറിയാം. നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ ധനമാണ് ദൈവവും പരിശുദ്ധാത്മാവും എന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതിന് വലിയൊരു ഗിഫ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ മക്കൾക്കും കൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം, നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് അങ്ങനെ വരാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. നമുക്കതിനൊരു കൃപ ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നാളത്തെ സന്ദേശം തരുവാനായി ദൈവത്തിന്റെ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട രജീഷ് അച്ഛനാണ്. നാളത്തെ സുവിശേഷ യോഗവും മറ്റു കാര്യങ്ങളും അനുഗ്രഹകരമായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിലായി തീരുവാനായിട്ട് നിങ്ങൾ അച്ഛന് വേണ്ടി നാളത്തെ ശുശ്രൂഷയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോ നമ്മൾ പോലും ആഗ്രഹിക്കാത്ത, നമ്മൾ പോലും ചിന്തിക്കാത്ത, നമ്മുടെ മനസ്സിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിൽ ഈ ശുശ്രൂഷയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിന്ന് ഇത് നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുമ്പോഴേ യഥാർത്ഥത്തിൽ ആത്മീയ ശുശ്രൂഷയെ നിവർത്തിക്കപ്പെട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ചിലപ്പോൾ നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കാൻ, നാളെ ശുശ്രൂഷ നിർവടിയായിട്ട് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ വിനയത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ഇതിന് സഹകരിക്കുന്ന ഓരോരുത്തരോടും, തിരുവചനം വായിച്ചവരോടും, പ്രാർത്ഥന ചൊല്ലിയവരോടും, അതുപോലെ ഇടവകളിലെ പാട്ട് ക്രമീകരിച്ച ഇടവകളോടും, അതിനുവേണ്ടി എഫേർട്ട് എടുത്ത ഓർഗനൈസ് ചെയ്ത ഓരോരുത്തരും ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തരും, ഓരോ കാര്യങ്ങളും ചെറിയതും വലുതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാവരും ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അഭിനന്ദ തിരുമനസിന് വേണ്ടി, കൗൺസിൽ അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാ വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട റബ്ബാശൻ ബാക്കി കാര്യങ്ങൾ നമ്മളെ അറിയിക്കും. ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി അറിയിച്ച പോളത്തിനോടും അതോടൊപ്പം തന്നെ വന്ദന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട സജി അച്ഛനോടും പ്രത്യേകം ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നാളത്തെ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട പോളച്ചൻ ഓർമ്മപ്പെടുത്തി വൈകുന്നേരം കൃത്യം 6:30 തന്നെ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തന്നെ ആരംഭിക്കും. നമുക്കറിയാം, ഇന്ന് ബഹുമാനപ്പെട്ട സജി അച്ഛൻ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ആഴങ്ങളെക്കുറിച്ച് ഒത്തിരി സ്നേഹപൂർവ്വം ബോധ്യപ്പെടുത്തി. കാരണം നമ്മുടെ ഒരു യാമപ്രാർത്ഥനകൾ നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന് അത് അച്ഛൻ വളരെ ആഴത്തിൽ നമ്മോട് പറയാൻ തക്കവണ്ണം ഇടയാത്തിരുന്നത് കൊണ്ട് തന്നെ യാമപ്രാർത്ഥനകളൊക്കെ അത് മുടങ്ങാതെ സാധിക്കുന്നവരൊക്കെ അതിൽ സംബന്ധിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരാം. രാവിലെ 7 മണിക്കും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കും പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നതാണ്. രാവിലത്തെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ച പ്രാർത്ഥനകളും ക്രമീകരിക്കുന്നു. വൈകുന്നേരം 6:30 സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് വചന ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ നാളെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ നാളെ റജീഷ് അച്ഛൻ നമ്മുടെ അയർലൻഡിൽ നിന്നാണ്, ജ്ഞാനായ ഭദ്രാസനത്തിലുള്ളതായ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ് രജീഷ് സ്കറിയ അച്ഛൻ. അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനിടയായി തീരാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ശക്തമായ പ്രാർത്ഥന, ഇപ്പോൾ ഇന്നലെ ഞങ്ങളങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മളോട് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തിയ സമയത്ത് ആരോടൊരു പ്രാർത്ഥന റിക്വസ്റ്റ് നടത്തിയില്ലല്ലോ, അപ്പോൾ അതിനൊരു കുറവുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഇന്നലത്തെ ആ സ്റ്റാർട്ടിങ് സമയത്ത് തോന്നിയുണ്ടായി. കാരണം ഇടയ്ക്ക് ഇൻ്റർനെറ്റ് കുറച്ച് കട്ടായി. അപ്പോൾ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് തന്നെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം തോന്നി. ദൈവമേ, ഇതിനു വേണ്ടിയൊന്നും ആരോടും പ്രാർത്ഥന സഹായം ചോദിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം അറിയാവുന്ന വൈദികർക്കും റംബാച്ചന്മാർക്കും എല്ലാം പെട്ടെന്ന് പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു കൊടുത്തു. ഇതിനു വേണ്ടി കൺവെൻഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നു
ഇന്നൊരു 1000-ന് മേലെ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു കുഞ്ഞു പ്രാർത്ഥനകളെങ്കിലും അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന് നാളത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു പാഷൻ വീക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് ചെറിയ പ്രാർത്ഥനകൾ ദൈവമേ ഈ ഒരു പ്രാർത്ഥനകളിലൂടെ, കൺവെൻഷനിലൂടെ, ഈ വചന ശുശ്രൂഷകളിലൂടെ ഒരു അനുഗ്രഹം നൽകണം എന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നെടുവീർപ്പുകൾ പോലും കർത്താവ് പ്രാർത്ഥനയാക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങും തക്കവണ്ണം ഇടയായി തീരാം. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയാൽ സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെങ്ങും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ബാറക്മോർ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകാതനായ പുത്രൻ്റെ കൃപയും ഉറപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നു വന്നാലുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്. നാളെ കാണാം. നാളെ കാണാം. നാളെ കാണാം.